കേൾക്കാം പ്രഭു. ഓക്കെ, ഞാൻ എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മംഗളാചരണം വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശ്ലാഘ്യ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമീതി നാമ്നേ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखं वन्दे वाल्मीकि कोकिलम्. वाल्मीकि मुनिसिंहस्य कवितावनचारिण शृण्वन् रामकथानाथं को न याति पराङ्गति. ഹരേ കൃഷ്ണ. സോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നമ്മൾ കഴിഞ്ഞ സൺഡേ നമ്മൾ എവിടെയാ നിർത്തിയെന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആരും ഇല്ല, അത് ഉറക്കത്തിലാണ് എല്ലാവരും. ഒരു മിനിറ്റ്, എനിക്ക് എന്റെ ഓഡിയോ മ്യൂട്ടഡ് ആണ്. സോറി. ഹരേ കൃഷ്ണ. ഓക്കെ, സോറി, എന്റെ ഓഡിയോ മ്യൂട്ടഡ് ആയിരുന്നു, അപ്പോ ഞാൻ കേട്ടില്ല സംസാരിച്ചു. നമ്മള് രാമായണത്തില് നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളില് വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം നമ്മൾ കേൾക്കേണ്ടായി. വിശ്വാമിത്ര മഹർഷിയെ പറഞ്ഞത്, എനിക്ക് ശ്രീരാമചന്ദ്രമൂർത്തിയേനെ എന്റെ ഒരു ആവശ്യത്തിന് വേണം എന്നാണ്. അപ്പോ ദശരഥ മഹാരാജാവൻ അത് കേട്ടു കഴിഞ്ഞപ്പോ തന്റെ ശരീരത്തിൽ നിന്നും തന്റെ ജീവനെ പറിച്ചെടുക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അപ്പോ വിശ്വാമിത്രന് മഹർഷിമാര്, അതുപോലെ വിശ്വാമിത്രനെ പോലെ ഒരു മഹർഷി തന്റെ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ തന്റെ രാജ്യത്തിലേക്ക് വരുമ്പോൾ ഒരേ സമയത്ത് അവർക്ക് സന്തോഷമുണ്ട്, അതേപോലെ ഭയവുമുണ്ട്. എന്താ സംഭവിക്കുന്നത്, എന്തിനാ വന്നത്? കാര്യം മഹർഷിമാര് ക്ഷിപ്ര പ്രസാദികളും അതേപോലെ ക്ഷിപ്ര കോപികളും. വിശ്വാമിത്രൻ ആ കാറ്റഗറിയിലുള്ളതാണ്. അപ്പോ അദ്ദേഹം വന്ന് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോ, തനിക്ക് ശ്രീരാമചന്ദ്രമൂർത്തിനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ദശരഥ മഹാരാജാവിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്രോ നാളും തനിക്ക് കിട്ടിയ സന്തോഷങ്ങളെല്ലാം ഒരു സമയത്ത് ഇല്ലാതായ പോയി. അപ്പൊ വിശ്വാമിത്ര മഹർഷിയെ കണ്ട സമയത്ത് തന്നെ ദശരഥ മഹാരാജ പറഞ്ഞു, അങ്ങയുടെ ഏത് ആഗ്രഹവും നിറവേറ്റി തരാൻ ഞാൻ സജ്ജനാണ്. ഐ എം റെഡി ടു സാറ്റിസ്ഫൈ എവ്രി ഡിസയർ. അപ്പോ ആ പേര് തന്നെ നമ്മൾ നോക്കണം. വിശ്വാമിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വം മിത്ര. ഇപ്പൊ വിശ്വാമിത്ര എന്ന് പറയുന്നാല് അദ്ദേഹം ഒരു എല്ലാവരുടെയും ഫ്രണ്ടാണ്.
ഈ വിശ്വത്തിന്റെ മുഴുവൻ ഫ്രണ്ടാണ്. ഇപ്പൊ വിശ്വാമിത്രനോട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? വിശ്വാമിത്രൻ യജ്ഞങ്ങൾ നടക്കുന്ന സമയത്ത് ഈ യജ്ഞങ്ങൾ വന്നിട്ട് 2 രാക്ഷസന്മാർ, അവരുടെ പേരുകൾ സുബാഹുവും മാരീച്ചും, അവര് വന്നിട്ട് തന്റെ യജ്ഞത്തിന് ഭംഗങ്ങൾ നടത്തിയിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഈ യജ്ഞത്തിന് ഭംഗം വരുന്ന രാക്ഷസന്മാരെ ഇല്ലായ്മ ചെയ്യുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഈ വിശ്വാമിത്ര മഹർഷിയെ കണ്ട ഉടനെ ദശരഥ മഹാരാജാവ് ഉടനെ പറഞ്ഞു, അങ്ങേപ്പോലൊരു തപസ്വി എന്റെ രാജ്യത്ത് വരുന്നത് എനിക്ക് അത്യന്തം എനിക്ക് വളരെ ഓസ്പീഷ്യസ് ആണ്. അതുകൊണ്ട് അങ്ങ് എന്ത് ആവശ്യപ്പെടുന്നു? കാരണം ദശരഥ മഹാരാജൻ അറിയാം, തന്റെ ആശ്രമത്തിൽ നിന്നും വിശ്വാമിത്രനെ പോലെയുള്ള മഹർഷിമാര് അവര് പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പൊ തന്റെ അടുത്തേക്ക് വന്നതിന്റെ അർത്ഥം തന്നെ കൊണ്ട് എന്തോ അദ്ദേഹത്തിന് നേടാറുണ്ട്. അപ്പോ ദശരഥൻ ആലോചിച്ചു, പണ്ട് ദേവന്മാർക്ക് പോലും ബുദ്ധിമുട്ടുകൾ വന്ന സമയത്ത് അവരും ദശരഥന്റെ ഹെൽപ്പ് നടന്നു. വിശ്വാമിത്ര മഹർഷി പറയുകയും ചെയ്തു, ഞാൻ ദേവന്മാരുടെ അടുത്തും പോലും പോകുന്നില്ല, പക്ഷെ ഞാൻ എവിടെയാ വരുന്നത്? ഞാൻ ദശരഥന്റെ അടുത്താണ് വരുന്നത്. അതായത് ദേവന്മാർക്ക് പോലും ചെയ്യാൻ അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആരുടെ അടുത്ത് എത്തണം? ദശരഥ മഹാരാജാവിന്റെ അടുത്ത്. അപ്പോ ദശരഥ മഹാരാജ് കേൾക്കുന്ന പാതി അദ്ദേഹം റെഡി പറയും, അത് ഓക്കെ, അങ്ങയുടെ എന്ത് ആഗ്രഹവും സാധിച്ചു തരാൻ ഞാൻ സന്നദ്ധനാണ്. അപ്പോ വിശ്വാമിത്രനും അറിയാം, അയോധ്യയിൽ മാത്രമേ ചെന്നാലേ തന്റെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും. അതുകൊണ്ടാണ് അദ്ദേഹം ദശരഥ മഹാരാജാവിന്റെ അടുക്കൽ. അപ്പോഴാണ് ദശരഥ മഹാരാജാവിനോട് വിശ്വാമിത്രൻ ആവശ്യപ്പെടുന്നത് ശ്രീരാമചന്ദ്രമൂർത്തിയെ തനിക്ക് വേണം. എന്തിനാണ് ശ്രീരാമചന്ദ്രമൂർത്തിയെ വേണ്ടത്? മാരീച്ചനെയും സുബാഹുവിനെയും വധിക്കുവാനായിട്ട്. അപ്പോ ദശരഥ മഹാരാജാവിന് ആ സമയത്ത് വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകള് ഒരു കുന്തം തന്റെ ഹൃദയത്തിൽ തറച്ചു കയറുന്ന പ്രതീതിയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് അന്ധനായ വ്യക്തി, അദ്ദേഹത്തിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയും വീണ്ടും കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ആ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം കുറെ വർഷങ്ങൾ അദ്ദേഹത്തിന് കുട്ടികളില്ലാതായിരുന്ന വിഷമമുണ്ടായിരുന്നു. അത് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അവതാരത്തിന് ശേഷം അദ്ദേഹത്തിന് ആ വിഷമം പോയി. ഇപ്പൊ വീണ്ടും അതേപോലത്തെ വിഷമം വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ്, കാര്യം അദ്ദേഹം ശ്രീരാമചന്ദ്രമൂർത്തിക്ക് 14 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഈ തന്റെ പുത്രന്, അതും ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള, എല്ലാ വ്യക്തികൾക്കും അദ്ദേഹം വളരെ പ്രിയങ്കരനാണ്, രാജ്യത്തെ എല്ലാവർക്കും ശ്രീരാമചന്ദ്രമൂർത്തി കണ്ണിലുണ്ണിയായിരുന്നു. അപ്പോഴാണ് വിശ്വാമിത്രൻ പറഞ്ഞ, അഹം വേദ്മി മഹാത്മാനം രാമം സത്യ പരാക്രമം വസിഷ്ഠോ അപി മഹാതേജ യച്ഛേ യേമേ തപസ്ഥിത. അപ്പൊ പറയുന്നുണ്ട്, നിനക്കറിയില്ല രാമനെ പറ്റി, എത്ര ശക്തിമാനാണ് ശ്രീരാമചന്ദ്രമൂർത്തി. പക്ഷേ വസിഷ്ഠനും മറ്റുള്ള അഹം വേദ്മി, എനിക്കറിയാം, വസിഷ്ഠനും അറിയാം,
ദശരഥ, നീ നിന്റെ പുത്രന്റെ ശക്തിയെ പറ്റി, കഴിവുകളെ പറ്റി നിനക്ക് അറിവില്ല. അപ്പൊ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ആരെങ്കിലും നമ്മളുടെ വീട്ടിൽ വന്നിട്ട് പറയണോ, നിന്റെ കുട്ടിയെ പറ്റി എനിക്കറിയാം പക്ഷെ നിനക്കറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പൊ തന്നേക്കാൾ നന്നായിട്ട് എങ്ങനെ വിശ്വാമിത്രന് അറിയാം? ഒരു പ്രാവശ്യം പോലും ശ്രീരാമചന്ദ്രമൂർത്തിയെ കണ്ടിട്ടില്ല ഈ വിശ്വാമിത്രൻ. പിന്നെ എങ്ങനെ അറിയാൻ പറ്റും? ഇത്രയും വർഷം ജനിച്ചപ്പോ മുതല് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദശരഥനാണ്. എന്നിട്ടും ദശരഥനോട് പറയണത്, ദശരഥ നിനക്കറിയില്ല, ബട്ട് അഹം വേദ്മി എന്നാണ്. അപ്പൊ ദശരഥൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വിശ്വാമിത്രൻ ഒരിക്കൽ കൂടി ദശരഥനോട് പറഞ്ഞു, വീണ്ടും ശ്രീരാമചന്ദ്രമൂർത്തിയെ വിട്ടുകിട്ടണം. അപ്പൊ ഭഗവാനെ അറിയണമെങ്കിൽ നമുക്ക് ഭക്തിയും ജ്ഞാനവും വേണം, അല്ലെ? ദശരഥന്റെ അറ്റാച്ച്മെന്റ്, he was attached to Rama. അതുകൊണ്ട് രാമന്റെ യഥാർത്ഥമായിട്ടുള്ള വീരപരാക്രമങ്ങളെ പറ്റിയോ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ നിജ സ്ഥിതിയെ പറ്റിയോ അദ്ദേഹത്തിന് അറിയില്ല. അപ്പോ വിശ്വാമിത്ര മഹർഷി അതുകൊണ്ട് വീണ്ടും പറഞ്ഞു, ദശരഥ, നീ നിന്റെ പുത്രനാണെന്ന് കരുതുന്ന വ്യക്തി നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ നിന്നും വന്നവനാണെങ്കിലും ആ വ്യക്തി തന്നെയാണ് എല്ലാ പ്രപഞ്ചങ്ങളെയും അവന്റെ ഉദരത്തില് സ്ഥിതി ചെയ്യിക്കുന്നത്. വിശ്വാമിത്രന് പറയുന്നത് ആക്ച്വലി ദശരഥ മഹാരാജാന്ന് മനസ്സിലായില്ല. അപ്പോ ദശരഥ മഹാരാജ് ഉടനെ അദ്ദേഹം വാദിക്കാൻ തുടങ്ങി വിശ്വാമിത്രന്റെ അടുത്ത്. ഒന്നാമത്തത്, ക്ഷത്രിയന്മാര് അവര് യുദ്ധത്തിന് പോകണമെങ്കിൽ അവർക്ക് മിനിമം അറൌണ്ട് 14-16 ഇയേഴ്സ് അങ്ങനെ എന്താ പറയാം, എന്നാലേ അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവര് പ്രാപ്തരായിട്ടുള്ളൂ. മിനിമം ഏജ്, ലൈസൻസ്, നമുക്ക് ലൈസൻസ് കിട്ടുന്ന സമയം, ലൈസൻസ് ഫോർ ബാറ്റിൽ, ലൈസൻസ് ഫോർ എന്താണ് ഫൈറ്റിംഗ് is 16 years. ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ആ സമയത്ത് he was only around 12. അപ്പോ he is not ready എന്നുള്ളതാണ് രീതിയിലാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ദശരഥൻ പറയാണ്, രാമ ഈസ് രാജീവലോചന എന്നാ പറയുന്നത്. രാജീവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താമര, രാജീവലോചന. താമര എപ്പോഴാണ് വിടരുന്നത്, എപ്പോഴാണ് താമര അടയുന്നത്? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പങ്കജം, അത് വിടരും. സൂര്യൻ അസ്തമിക്കുമ്പോ ആ ലോട്ടസ് അത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യും. എന്റെ രാമനും അതുപോലെയാണ്. രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് രാജീവലോചനാണ്, അവന്റെ കണ്ണുകൾ അടയും. അപ്പോ രാക്ഷസന്മാർക്ക് എപ്പോഴാണ് അവര് യുദ്ധം ചെയ്യാൻ വരുന്നത്, അവര് ഫൈറ്റ് ചെയ്യാൻ വരുന്നത്? എപ്പോഴാണ് ഈ രാക്ഷസന്മാർക്ക് ശക്തി കിട്ടുന്നത്? രാത്രിയാണ്. അപ്പോ അതുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തിയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ്.
പിന്നെ അത് മാത്രമല്ല, ഇതുവരെ ഒരു യുദ്ധത്തിനും പോയിട്ടില്ല ശ്രീരാമചന്ദ്രമൂർത്തി. ഒറ്റയ്ക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ശ്രീരാമചന്ദ്രമൂർത്തിനെ വേണോ, അതോ തന്റെ തന്റെ മുഴുവൻ എന്താണ് സൈന്യത്തിനെയും വേണോ? കാരണം തന്റെ സൈന്യത്തിന് മാനുഷികമായ ശക്തികളുള്ള സൈന്യമാണ്. അപ്പൊ തനിക്കും പല രാക്ഷസന്മാരെയും വധിച്ച് മുൻപരിചയമുണ്ട്. അതുകൊണ്ട് ഞാൻ വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോ ഒരു പിതാവിന്റെ വീക്ഷണമാണ് ദശരഥ മഹാരാജാവിനുള്ളത്. വിശ്വാമിത്രന്റെ വീക്ഷണം എന്താണ്? വിശ്വാമിത്രന്റെ വീക്ഷണം, അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? തനിക്ക് ശ്രീരാമചന്ദ്രമൂർത്തിയെ സേവിക്കാം, ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കഴിവുകൾ ലോകം അറിയണം, തനിക്ക് താൻ സ്വയത്തമാക്കിയ എല്ലാ കഴിവുകളും തനിക്കും ശ്രീരാമചന്ദ്രമൂർത്തിക്ക് നൽകണം. ഇതായിരുന്നു വിശ്വാമിത്രന്റെ ലക്ഷ്യം. ഏറ്റവും അവസാനം അദ്ദേഹം ഒരു കാര്യം കൂടി, എന്റെ രാമൻ എന്ന് പറഞ്ഞ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയും ചെയ്തു. എന്തിനാ എന്റെ രാമൻ എന്ന് പറഞ്ഞ വിഷയം? ഈ പൊതുവെ ഈ ഈ സേജസ് അല്ലെങ്കിൽ ഋഷിവര്യന്മാര് എന്താണോ എന്റേത് എന്ന് നാം കരുതുന്ന വസ്തുക്കൾ, അഹം എന്ന് പറയുന്ന നമ്മള്, അതിനോട് നമുക്ക് വളരെയധികം അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങള് ഋഷിമാര് സ്വീകരിക്കയില്ല. നമ്മൾ ഋഷിമാർക്ക് ഏതെന്തെങ്കിലും നൽകണമെങ്കിൽ എന്റേത് എന്ന് പറഞ്ഞ് നൽകിക്കഴിഞ്ഞാൽ അവർ ആക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് ദശരഥൻ പറഞ്ഞു, എന്റെ രാമൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ എന്റെ അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇവര് അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെയും പറഞ്ഞു നോക്കി. എന്നിട്ടും വിശ്വാമിത്ര മഹർഷി കൂട്ടാക്കിയില്ല. അപ്പൊ ഈ എല്ലാ ആർഗ്യുമെന്റ്സും വിശ്വാമിത്ര മഹർഷി ഡിക്ലൈൻ ചെയ്തു. ഒന്നെന്താണ്, രാമ അവൻ he was only around 12 years, 12 വർഷം. 16 വർഷമായി കഴിഞ്ഞാല് ഞാൻ വിട്ടുതരാമെന്ന്. രണ്ടാമത്, ഹീസ് രാജീവലോചന, മേ രാമോ രാജീവലോചന നാ യുദ്ധയോഗ്യത അസ്യ പശ്യാമി സഹ രാക്ഷസേ. രാക്ഷസന്മാരായിട്ട് അവന് യുദ്ധം ചെയ്യാൻ പറ്റില്ല. മൈ രാമ മേ രാമോ, തന്റെ അക്ഷൗണി സേന താൻ നൽകാം. അപ്പോ ഈ അക്ഷൗഹിണി സേനയ്ക്ക് നിഷ്പ്രയാസം ആ രാക്ഷസന്മാരെ വധിക്കാം. അതുകൊണ്ട് അങ്ങ് രാമചന്ദ്രമൂർത്തിയെ കൊണ്ടുപോകണം. പിന്നെ ഞാൻ സ്വയം, പണ്ടുള്ള യുദ്ധത്തിനെന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാര് വരെ അവര് വരെ മുന്നില. അവര് ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നിട്ടല്ല അവര് യുദ്ധം ചെയ്യുന്നത്. അവര് യുദ്ധത്തിൽ മുന്നിലാണ്. അങ്ങനെയായിരുന്നു രാജാക്കന്മാർ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ആ പടയ്ക്ക് മുന്നിൽ, എന്റെ അക്ഷോണി പടയുടെ മുന്നിൽ ഞാൻ നിൽക്കാം. കാരണം രാക്ഷസന്മാരുടെ അവര് ഭയങ്കര ഡിസെപ്റ്റീവാ.
കാരണം പിന്നൊരു കാര്യം കൂടിയുണ്ട്. ഈ രാമനെ വിട്ടിട്ട് എനിക്ക് ഒരു മുഹൂർത്തം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇനി അല്ല അങ്ങക്ക് ശ്രീരാമചന്ദ്രമൂർത്തിയെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇനി എന്റെ സൈന്യത്തെ കൂടി കൊണ്ടുപോകും. അവന് ഒരു ആപത്തും വരാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് എന്റെ സൈന്യമെങ്കിലും നോക്കട്ടെ. കാരണം ഞാൻ 60,000 വർഷങ്ങൾ കുട്ടികളില്ലാതെ ജീവിച്ചവനാണ്. എന്റെ 4 പുത്രന്മാരിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതും ശ്രീരാമചന്ദ്രമൂർത്തി. അതുകൊണ്ട് അവനെ കൊണ്ടുപോകല്ലേ. അപ്പോ പൊതുവെ ഭഗവാനുമായിട്ട് നമ്മള് പ്രേമഭാവത്തിൽ വർത്തിക്കുന്ന വ്യക്തികള് ഭഗവാന്റെ ഈ ഒപ്പുലൻസസ് ഉണ്ടല്ലോ, അത് അവർക്ക് അറിയാൻ സാധിക്കത്തില്ല. They will forget. ഇപ്പോ നമ്മൾ വൃന്ദാവനത്തിൽ ചെന്നിട്ട് നമ്മള് ചോദിക്കുകയാണ് കൃഷ്ണൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ നന്ദമഹാരാജാവിന്റെ പുത്രൻ, അത്രേ ഉള്ളൂ. അവിടെ ആരും ആക്സെപ്റ്റ് ചെയ്യത്തില്ല കൃഷ്ണൻ ഭഗവാനാണ്. കാരണം യോഗമായ എപ്പോഴും ഭഗവാന്റെ സന്തത സഹചാരികളെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. ഭഗവാന്റെ ഈ ഒപ്പുലൻസസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കൃഷ്ണനും തന്റെ ഫ്രണ്ട്സിന്റെ തന്റെ ശക്തികളെ പറ്റി കൃഷ്ണനും അവരെ മനസ്സിലാക്കി കൊടുക്കാറില്ല. കാരണം ദേ ആർ ഇമേഴ്സ്ഡ് ഇൻ ലവ്, പ്യുവർ ലവ്. അപ്പോ പ്യുവർ ലവില് ഇപ്പൊ ഭഗവാൻ എല്ലാത്തിന്റെയും സ്രോതസ്സാണ് എന്നൊക്കെ പറഞ്ഞ് അവരനുസരിച്ച് കഴിഞ്ഞാല് പിന്നെ അവരും ഭഗവാനെ വർഷിപ്പ് ചെയ്യണം. പക്ഷെ ഇതല്ല ഭഗവാന്റെ ലക്ഷ്യം. ഭഗവാന്റെ ശക്തികളെ പറ്റി എപ്പോഴാണോ ഭക്തന്മാർ അറിയുമ്പോ പ്യൂർ ഡിവോട്ടീസ്, ഭഗവാന്റെ സന്തത സഹചാരികള് ലവിങ് എക്സ്ചേഞ്ചസില് അവര് കൃഷ്ണൻ ഭഗവാനാണെന്ന് പോലെ പറഞ്ഞു. അതേ അവസ്ഥയായിരുന്നു ദശരഥ മഹാരാജാവ്. ഇത്രയും പറഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും ചോദിക്കും, ഈ രാക്ഷസന്മാർ ആരാണ്? എന്താണ് അവരുടെ പേരുകൾ? അവരെങ്ങനെ ഇരിക്കും? ഇനി ആരാണ് ഈ രാക്ഷസന്മാരെ സഹായിക്കുന്നത്? കാര്യം രാക്ഷസന്മാർ അവരൊരിക്കലും നേരിട്ട് യുദ്ധം ചെയ്യാറില്ല. അവരുടെ എന്താണ് മായ ട്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യണം. അപ്പോ ഇതിനുത്തരമായിട്ട് വിശ്വാമിത്ര മഹർഷി പറയും, പുലസ്ത്യ വംശത്തിൽ വന്ന ഒരു രാക്ഷസനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് രാവണൻ എന്നാണ്. രാവണന് ബ്രഹ്മാവിന്റെ വരദാനം കിട്ടി. അപ്പൊ ബ്രഹ്മാവിന്റെ വരദാനം നേടിയതിനാല് ഈ രാക്ഷസൻ അദ്ദേഹത്തിന് വളരെയധികം ശക്തികളുണ്ട്. രാവണന് ഫേമസ് ആയിരുന്നു, വളരെയധികം ഫേമസ് ആയിരുന്നു. 3 ലോകങ്ങളിലുള്ള എല്ലാവർക്കും രാവണനെ പറ്റി അറിയാം. ഇപ്പൊ രാവണൻ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് രാക്ഷസന്മാരാണ് മാരീചനും സുബാഹും. എന്താണ് അവരോട് പറഞ്ഞിരിക്കുന്നത് രാവണൻ? നിങ്ങൾ പോയി എവിടെയാണോ യജ്ഞങ്ങൾ നടത്തുന്നത് യജ്ഞങ്ങളെല്ലാം ഭംഗം വരുത്തുക. അപ്പോ ഇത് കേൾക്കുമ്പോ ദശരഥൻ പറയും, രാവണനാണെങ്കിൽ ഞാൻ യുദ്ധം ചെയ്താലും രാവണനെ തോൽപ്പിക്കുവാൻ എന്നെ കൊണ്ടാവില്ല. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എന്റെ പുത്രൻ രാമനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്നെ കൊണ്ട് മാത്രമല്ല, ദേവന്മാരിൽ ദാനവര്, ഗന്ധർവന്മാർ, യക്ഷന്മാർ, ഉരകങ്ങളില്, പിന്നെ മറ്റു ജന്തുവർഗങ്ങളിലുള്ള ഒരാൾക്കും
രാവണനോട് ഏറ്റുമുട്ടി രാവണനെ വധിക്കുവാനോ തോൽപ്പിക്കുവാനോ സാധ്യമല്ല. ഇനി എന്റെ മുഴുവൻ സൈന്യവുമായിട്ട് പോയാലും എനിക്ക് ആരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓ ബ്രാഹ്മണ, ഞാൻ എന്റെ പുത്രന്മാരെ അങ്ങയ്ക്ക് നൽകില്ല. കാരണം രാവണൻ മൃത്യുവിനെ പോലും ജയിക്കാൻ പ്രാപ്തിയുള്ളവനാണ്. എന്റെ പുത്രൻ ഒരു സാധാരണ ബാലകനാണ്. ഓക്കെ, അതുകൊണ്ട് എന്റെ പുത്രനെ ഞാൻ അങ്ങയ്ക്ക് നൽകില്ല. അങ്ങയുടെ യജ്ഞത്തിന് ഭംഗം വരുത്തുന്ന രാക്ഷസന്മാരെ എനിക്ക് അവരെ തോൽപ്പിക്കാനാവില്ല. മാരീചനും സുബാഹുവും അത്രത്തോളം ശക്തരാണ്, അത്രത്തോളം ട്രെയിൻഡാണ്. ഇനി വേണമെങ്കിൽ ഇവരിൽ ഒരാളുമായിട്ട് വേണമെങ്കിൽ എനിക്ക് യുദ്ധം ചെയ്യാം. പക്ഷെ ഇവർ രണ്ടുപേരുമായിട്ട് ഒരേ സമയത്തിൽ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ഇത് കേൾക്കുന്ന പാതി വിശ്വാമിത്രൻ ഉടനെ കോപിഷ്ഠനാവും. എങ്ങനെയാ കോപിഷ്ഠനാവുന്നത്? നിങ്ങൾ യജ്ഞം ചെയ്യുമ്പോൾ നിങ്ങൾ കാണില്ലേ, യജ്ഞം ചെയ്യുമ്പോൾ ഇങ്ങനെ അഗ്നി ഇങ്ങനെ വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു സ്പൂൺ നെയ്യ് ആ യജ്ഞത്തിലേക്ക് ഇടുമ്പോ യജ്ഞത്തിന്റെ ആ തീ വീണ്ടും ആളിക്കത്തും. അതേപോലെ വിശ്വാമിത്രൻ ദേഷ്യപ്പെട്ടു. അപ്പൊ വിശ്വാമിത്രൻ ആ ദേഷ്യത്തോട് ചോദിച്ചു, ദശരഥ, നീ ആദ്യം എനിക്കൊരു പ്രോമിസ് നൽകി. കാര്യം ഞാൻ എന്ത് ആവശ്യപ്പെട്ടാലും നീ തരും എന്ന് നീ എനിക്കൊരു പ്രോമിസ് നൽകി. Now you're going to break the promise. രഘുവംശത്തിന്റെ കുലത്തിലുള്ള ഒരാളും പ്രോമിസ് നൽകി കഴിഞ്ഞാൽ അവര് ബ്രേക്ക് ചെയ്യാറില്ല. ദശരഥ, യു ആർ എ മാൻ ഓഫ് ഫാൾസ് പ്രോമിസ്. കാക്കുസ്ത എന്നാ പറയുന്നത്. കാരണം ഒരു വ്യക്തി അവൻ ജീവിതത്തിൽ അവൻ പ്രതിജ്ഞകൾ ചെയ്തിട്ട് അത് പാലിച്ചില്ലെങ്കിൽ അവൻ ഈസ് നോട്ട് ഈവൻ എന്താ പറയണ, അവനെ ഒരു മനുഷ്യനായിട്ട് പോലും കാണാൻ പറ്റില്ലാത്ത. സോ നീ രഘുവംശത്തിന്റെ ഏറ്റവും വലിയ ആളെന്നല്ല പറയണ, നത്തിങ്. നീ ഈ രഘുവംശത്തിന്റെ യു ആർ നോട്ട് ഈവൻ, നീ ഒരു ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാണ്. ഭൂമി മുഴുവനും നടുങ്ങാൻ തുടങ്ങി വിശ്വാമിത്രന്റെ ദേഷ്യം കൊണ്ട്. സ്വർഗലോകത്തിരിക്കുന്ന ദേവന്മാര് പോലും അവരും പോലും ഭയചകിതരായി. അപ്പോ ലോകം മുഴുവനും വിശ്വാമിത്രന്റെ ഈ ദേഷ്യത്തില് ഭയപ്പെടുന്നത് കണ്ട് വസിഷ്ഠൻ ദശരഥ മഹാരാജാവിന്റെ അടുത്ത് ചെന്നിട്ട് പ്രകാരം പറയാൻ തുടങ്ങി. ദശരഥ, നീ ഇക്ഷ്വാകു വംശകുലജാതനാണ്. നീ ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ഇങ്ങനെയുള്ള സമയത്ത് നീ ധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിക്കരുത്. രഘുവംശം ലോകം മുഴുവൻ പ്രസിദ്ധമായിരിക്കുന്ന എങ്ങനെയാണ്? ധർമ്മം അവര് ഏത് സമയത്തും ധർമ്മം അവര് കൈവെടിയത്തില്ല. നീ അതിനാൽ ഒരിക്കലും അധർമ്മത്തിന്റെ പാതയിലൂടെ നീ ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് നീ വിശ്വാമിത്രനോട് പറയണം, ഞാൻ എന്താണോ ഞാൻ അങ്ങക്ക് പ്രതിജ്ഞ നൽകി ആ പ്രതിജ്ഞ ഞാൻ പാലിക്കും. അതിനാൽ നീ വേഗം ശ്രീരാമചന്ദ്രമൂർത്തിയെ അയക്കുക.
ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ രാക്ഷസന്മാർക്ക് ഒരിക്കലും ശ്രീരാമചന്ദ്രമൂർത്തിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ്? ശ്രീരാമചന്ദ്രമൂർത്തി ആയുധവിദ്യയില് അഗ്രഗണ്യനാണ്. ഇനി അഥവാ നിനക്കൊരു സംശയമുണ്ട് അത്രത്തോളം ആയുധവിദ്യയില് നിപുണനല്ല എന്ന്, കുശിക വിൽ പ്രൊട്ടക്ട് ഹിം. ആരാണ് കുശിക? വിശ്വാമിത്ര. സോറി, സൺ ഓഫ് കുശിക. വിശ്വാമിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുശികന്റെ പുത്രനാണ്. ഇനി ശ്രീരാമചന്ദ്രമൂർത്തിക്ക് സ്വയം തന്റെ ആയുധവിദ്യയാൽ, ആർച്ചറി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ദ സൺ ഓഫ് കുശിക വിൽ പ്രൊട്ടക്ട്. സ്വർഗത്തില് അമൃത് വെച്ചിരിക്കുന്നത്, അമൃതിന് ചുറ്റിനും എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറയണ അഗ്നിയുണ്ട്. ഈ അഗ്നി ആരെയും ഈ അമൃതിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം, അതിനു മുന്നേ അഗ്നിക്കരിയാക്കളായി. എപ്രകാരമാണോ സ്വർഗത്തില് ഈ അമൃതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അഗ്നി, അതേപോലെ വിശ്വാമിത്രൻ ആരെ പ്രൊട്ടക്ട് ചെയ്യും? ശ്രീരാമചന്ദ്രമൂർത്തിനെ പ്രൊട്ടക്ട് ചെയ്യും. വിശ്വാമിത്രൻ നിനക്കറിയാലോ, അദ്ദേഹം സാധാരണ വ്യക്തിയല്ല. വിശ്വാമിത്ര ഈസ് വെരി വെരി ഗ്രേറ്റ്. വിശ്വാമിത്രനെ പോലെ തപശ്ചര്യകൾ അനുഷ്ഠിച്ചൊരു വ്യക്തിയില്ല ഈ 3 ലോകങ്ങൾ. വിശ്വാമിത്രൻ അറിയാവുന്ന പോലെയുള്ള ഈ സ്പെഷ്യൽ വെപ്പൺസ് അത് വേറെ ആർക്കും അറിയില്ല. ദേവന്മാർക്കറിയില്ല, ഋഷിമാർക്കറിയില്ല, അസുരന്മാർക്കറിയില്ല, രാക്ഷസന്മാർക്കറിയില്ല, ഗന്ധർവന്മാർക്കോ യക്ഷന്മാർക്കോ കിന്നരന്മാർക്കോ അറിയില്ല. എന്തിന്? അത് അത്രത്തോളം ഗുഹ്യമായിട്ടുള്ള ശസ്ത്രങ്ങൾ വരെ അദ്ദേഹത്തിന്റെ കയ്യിൽ. വിശ്വാമിത്രൻ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ എല്ലാ ദിവ്യാസ്ത്രങ്ങളും അദ്ദേഹം സ്വായത്തമാക്കിയിരുന്നു. അപ്പോ പല ശസ്ത്രങ്ങള്, എന്നിട്ട് അദ്ദേഹം ഓരോ അസ്ത്രങ്ങളെ പറ്റി പറയാൻ തുടങ്ങി. ഇതെല്ലാം ആർക്കുണ്ട്? വിശ്വാമിത്രന്റെ കയ്യിലുണ്ട്. ദിവ്യാസ്ത്രങ്ങള്, ആർക്കും അറിയാൻ പറ്റാത്ത ദിവ്യാസ്ത്രങ്ങൾ പോലും ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഇനി രാമചന്ദ്രമൂർത്തിക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും, അങ്ങനെ വരില്ല, വിശ്വാമിത്രന് ശ്രീരാമചന്ദ്രമൂർത്തിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്രകാരം വസിഷ്ഠൻ പറഞ്ഞത് കഴിഞ്ഞപ്പോ ദശരഥ മഹാരാജാവിന് സന്തോഷം. അദ്ദേഹം തന്റെ പുത്രനെ രാമനെ വിളിക്കുവാനായിട്ട് ആളെ അയച്ചു. അപ്പോ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ മാതാവ് എന്താണ്, ഇദ്ദേഹത്തിന്റെ വിജയത്തിനായിട്ട് ചില കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചു. ദശരഥൻ തന്റെ പുത്രന്റെ മൂർധാവ് അദ്ദേഹം സ്മെല് ചെയ്തു. എന്നിട്ട് അദ്ദേഹം വിശ്വാമിത്രന്റെ കൂട്ടത്തില് തന്റെ പുത്രന്മാരെ, ഇപ്പൊ രാമൻ പോകുമ്പോ രാമന്റെ കൂട്ടത്തിൽ രാമനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ലക്ഷ്മണ ഈസ് ഫ്രീ. അപ്പോ രാമന്റെ കൂട്ടത്തിൽ ലക്ഷ്മണൻ എപ്പോഴും ഫ്രീ ആണ്. രാവണനെ മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലക്ഷ്മണനെയും കണ്ടു കഴിഞ്ഞപ്പോ വിശ്വാമിത്രൻ ലക്ഷ്മണനെയും അക്സെപ്റ്റ് ചെയ്തു. ഈ സമയത്ത് ദേവന്മാര് പോലും സന്തുഷ്ടരായി. ദേവന്മാര് സ്വർഗത്തില് അവരുടെ ഈ ദുന്ദുബി എന്ന് പറയുന്ന സ്പെഷ്യൽ ഡ്രംസ് ഉണ്ട്. അത് ശബ്ദിച്ചു.
ശംഖനാദങ്ങൾ കേൾക്കാൻ തുടങ്ങി. പുഷ്പവൃഷ്ടികൾ അവർ നടത്താൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി ഇനി ഇത്രയും നാളും തങ്ങൾ ജീവിച്ചിരുന്നപ്പോ തങ്ങൾക്ക് വളരെ കഷ്ടപ്പാടുകളാണ്. ഇനി അവർക്ക് സന്തോഷത്തിന്റെ നാളുകളാണ്. അപ്പോ അവര് നടന്ന് നീങ്ങിയ സമയത്ത് ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടികൾ വരാൻ തുടങ്ങി. അപ്പൊ വിശ്വാമിത്രൻ അദ്ദേഹത്തിന്റെ പുറകെ ശ്രീരാമചന്ദ്രമൂർത്തി തന്റെ ധനുസുമായിട്ട്, പിന്നെ സുമിത്രയുടെ പുത്രനായ ലക്ഷ്മണനും അവര് നടക്കാൻ തുടങ്ങി. അപ്പോ ഏതാണ്ട് കുറച്ചു ദൂരം അവര് നടന്നതിന് ശേഷം വിശ്വാമിത്രൻ തിരിഞ്ഞിട്ട് സരയൂ നദിയുടെ അടുത്തെത്തിയ സമയത്ത് വിശ്വാമിത്രൻ തിരിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രമൂർത്തിയെ വളരെ മധുരത്തോടെ രാമ എന്ന് വിളിച്ചു. സരയൂ ദക്ഷിണേ തടേ രാമേധി മധുരം വാണിം വിശ്വാമിത്രോ അഭ്യഭാഷത എന്നാ പറയുന്നത്. വിശ്വാമിത്രൻ രാമന്റെ നാമം, രാമന്റെ മധുരതരമായിട്ടുള്ള നാമം അദ്ദേഹം ഉരുവിട്ടു അത്ര. അപ്പോ നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുമ്പോ നമ്മൾ മധുരത്തോടെ സ്നേഹത്തോടെയാണ് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുകയാണെങ്കിൽ അത് നമുക്കും ആനന്ദം നൽകും. ഭഗവാനും ആനന്ദം നൽകും. അദ്ദേഹം നിന്നിട്ട് പറഞ്ഞു, രാമ, മൈ ഡിയർ ചൈൽഡ്, നീ ആചമനം ചെയ്തിട്ട് വരൂ. ഞാൻ നിനക്ക് ചില സ്പെഷ്യൽ ഒരു അസ്ത്രങ്ങൾ തരാൻ പോവുകയാണ്. സ്പെഷ്യൽ മന്ത്രങ്ങൾ പറയാൻ പോവുകയാണ്. എന്താണ്? ബല അതിബല. അപ്പൊ ഈ മന്ത്രങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാല് അതുകൊണ്ട് ചില ബെനിഫിറ്റ്സ് ഉണ്ട്. ബല അതിബല. നിനക്ക് ഒരിക്കലും തളർച്ച അനുഭവപ്പെടത്തില്ല. നിനക്ക് ജ്വരം വരത്തില്ല, ഫീവർ ഉണ്ടാവില്ല. നിന്റെ രൂപത്തിന് ഒരിക്കലും കോട്ടവും ഉണ്ടാവില്ല. ന ശ്രമോ ന ജ്വരോ ന രൂപസ്യ വിപര്യ എന്നാ പറയുന്നത്. പിന്നെ ഈ രാക്ഷസന്മാർക്ക് ഒരിക്കലും നിന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഇനി അഥവാ നീ നിദ്രയിലാണെങ്കിൽ പോലും, നീ ഇനറ്റൻറ്റീവ് ആയിട്ടിരിക്കുകയാണെങ്കിൽ പോലും ഈ ബല അതിബല ഈ മന്ത്രങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ രാക്ഷസന്മാർക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ഇത് നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്റെ അത്രയും ശക്തിമാനായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. ഈ ഭൂമിയിൽ മാത്രമല്ല, ഈ 3 ലോകങ്ങളിലും ആർക്കും നിന്റെ അത്രയും ബലമുണ്ടാവില്ല. ഇനി ഈ ബലം അതിബല സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, നിന്റെ അത്രയും ശക്തിയോ നിന്റെ അത്രയും സൗന്ദര്യമോ നിന്റെ അത്രയും ജ്ഞാനമോ ഇത് 3 ലോകങ്ങളില് ഈ ഈ യോഗ്യതകൾ, ഈ ഗുണങ്ങള് വേറെ ആർക്കും നിന്റെ അത്ര അതിബല സ്പെഷ്യൽ സയൻസ് ആണ്. കാരണം ബലയും അതിബലവും ഇറ്റ്സ് കൈൻഡ് ഓഫ് സോഴ്സ് ഓഫ് ഓൾ നോളജ്. ഇനി ബല അതിബല നീ മന്ത്രങ്ങൾ നീ ഉരുവിട്ട് കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും എന്താണ് ഹങ്കർ, അല്ലെങ്കിൽ നിനക്ക് ഒരിക്കലും തേഴ്സ്റ്റോ ഹങ്കറോ ഉണ്ടാവില്ല, ദാഹവും നിനക്കുണ്ടാവില്ല. സോ മൈ ഡിയർ ചൈൽഡ്,
please accept this for the protection of all the three worlds. ഇതാരാണ് ഈ അതിബലം ഈ മന്ത്രം ബലാതിബല മന്ത്രം ഇത് ജനറേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത്? ബ്രഹ്മദേവനാണിത് ഇത് നമുക്ക് നൽകിയത്. പക്ഷേ ഇത് സ്വീകരിക്കാൻ വേറെ ആർക്കും അധികാരമില്ല, അങ്ങക്ക് മാത്രമേ അധികാരമുള്ളൂ. യഥാർത്ഥത്തില് ഈ ഞാൻ പറഞ്ഞു കഴിഞ്ഞ എല്ലാ യോഗ്യതകളിലും അങ്ങയിലുണ്ട്, ആവശ്യത്തിന് കൂടുതൽ. പക്ഷേ ഈ ബലവും അതിബലവും ഞാൻ എന്റെ തപശ്ചര്യകൾ കൊണ്ട് നേടിയതാണ്. I want to give you that. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ യോഗ്യതകളും അങ്ങയിലുണ്ട്, പക്ഷെ ഞാൻ ഇത് നേടിയത് കൊണ്ട് I want to give it to you. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി വിശ്വാമിത്രൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ബല അതിബല മന്ത്രങ്ങൾ അദ്ദേഹം വിശ്വാമിത്രനിൽ നിന്നും സ്വീകരിച്ചു. അന്ന് രാത്രി അവര് അപ്പൊ രാമൻ അത് മന്ത്രങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ 1000 സൂര്യചന്ദ്രന്മാരുടെ തേജസ്സുകളും പുറത്തു വന്നു. അന്നത്തെ രാത്രി അവര് ഡിസൈഡ് ചെയ്തു, അവര് സരയൂ നദിയുടെ തീരത്ത് അന്ന് രാത്രി അവര് ചിലവിടാമെന്ന് അവര് തീരുമാനിച്ചു. രാത്രിയായി കഴിഞ്ഞപ്പോ വിശ്വാമിത്രനിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വിശ്വാമിത്രനും ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഗുരുതുല്യനായി. അതിനാൽ ഗുരു കിടക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രമൂർത്തി ചെന്നിട്ട് വിശ്വാമിത്രൻ മുനിയുടെ പാദങ്ങള് അദ്ദേഹം അത് മസാജ് ചെയ്യാൻ തുടങ്ങി. അപ്പോ അന്നത്തെ ദിവസം അങ്ങനെ അവര് ശ്രീരാമചന്ദ്രമൂർത്തി ലക്ഷ്മണനും ഇദ്ദേഹത്തിന്റെ പാദങ്ങള് പാദങ്ങള് മസാജ് ചെയ്തിട്ട് ഇത്രയും നാളും ഏറ്റവും മനോഹരമായ മെത്തകളിൽ പോലും കിടന്നുറങ്ങിയ അവര് they slept on a bed of grass, but still വിശ്വാമിത്രന്റെ അടുത്ത് സ്പെൻഡ് ചെയ്തത് കൊണ്ട് they were still happy. ഹരേ കൃഷ്ണ. അപ്പോ we will stop here today. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്? ഇല്ല. We will wind up here. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി, വളരെ നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു.